നമസ്കാരം. സംഗീതമേ ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കേരളശ്രീ അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയാണ്. അവരെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സവിനയം സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. നമസ്കാരം തിരുമേനി. കുട്ടിക്കാലത്തെ സംഗീതത്തിൽ വളരെയേറെ താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അച്ഛൻ്റെ അമ്മയുടെയും സംഭാവന എന്താണ് പാട്ടിൽ? അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനവും. അവർ പാടുമായിരുന്നു? അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് പാട്ട് പാടും? അച്ഛനും അമ്മയും പാടും. അച്ഛനും അമ്മയും പാടും. പിന്നെ അച്ഛൻ്റെ അമ്മ പാടുമായിരുന്നു. അതിന് അടിസ്ഥാനങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കീർത്തനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തശ്ശി അച്ഛമ്മയെന്ന് പറയും. സരോജിനി അമ്മ അച്ഛൻ്റെ അമ്മയുടെ പേര്. അച്ഛൻ സിനിമാ പാട്ടുകളൊക്കെ പാടും അല്ലേ? അച്ഛൻ സിനിമാ പാട്ട്, ഭക്തിഗാനം, ക്ലാസിക്കലും എല്ലാം പാടാറുണ്ട്. അമ്മയും അതെ, രണ്ടുപേരും പാടാറുണ്ട്. ഇപ്പോഴും പാടാറുണ്ട്. ഉദ്ദേശം എത്ര വയസ്സ് മുതൽ പാട്ട് പാടാൻ തുടങ്ങുന്നത് കുട്ടിക്കാലത്ത്? ഞാൻ 1.5 വയസ്സിൽ പാടാൻ തുടങ്ങിയെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞോണ്ട്. ഓ മൈ ഗോഡ്. എന്റെ ജനനം എന്ന് പറഞ്ഞാൽ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലായിരുന്നു. ഓ ശരി ശരി. വിജയിക്കാൻ വേറൊന്നും വേണ്ടല്ലേ? അതെ അതെ, വേറെ എന്ത് വേണമല്ലേ? അതെ. അച്ഛനും അമ്മയൊക്കെ പാടി തന്നിരുന്ന പാട്ട് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്തൊക്കെ? പഴയ പാട്ടുകളൊക്കെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാ പാടിക്കോട്ടെ. അച്ഛൻ സരിഗമപദനിസയായിരുന്നു ആദ്യമായി. സപ്തസ്വരങ്ങളാണ്? സപ്തസ്വരങ്ങളാണ്. തുടക്കം തന്നെ സപ്തസ്വരങ്ങളാണ്. അതെ. അമ്മ പറഞ്ഞതേ, അമ്മ പറഞ്ഞ ഇപ്പോഴും ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ മുത്തിയമ്മ മുട്ടയിട്ടു ആ പാട്ടാണ് പാടിയിരുന്നത് അല്ലേ? തന്നിരുന്നത്. അതെ. പിന്നെ വാവാ ഉണ്ണി വാവുണ്ണി രോരോരുണ്ണി രോരുണ്ണി. അപ്പൊ അങ്ങനെ പാട്ട് പഠിക്കുന്ന സമയത്ത് സിനിമാ രംഗത്തേക്ക് വരണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടപ്പോ തന്നെ. പിന്നെ അല്ല, ആരെങ്കിലും പറഞ്ഞിരുന്നു വിജയലക്ഷ്മി പാട്ട് കേട്ടിട്ട് നല്ല ക്യൂട്ട് വോയിസ് ആണ് സിനിമാ രംഗത്തേക്ക് പറ്റിയ? എല്ലാരും എം ജയേന്ദ്ര സാറാണ് ആദ്യം പറഞ്ഞത്. അതെ. പിന്നെ 6ാം വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചു. ഓ അതെ. പിന്നെ ഞങ്ങള് ചെന്നൈയിലായിരുന്നു 5 വർഷം കേട്ടോ. 1.5 വയസ്സിൽ അവിടെ വെച്ചാണ് പാടാൻ തുടങ്ങിയത്. ചെന്നൈയിൽ വെച്ച് ഞാനൊരു സിന്ധു, കാവടി സിന്ധു, അതൊക്കെയാണ് പാടാൻ തുടങ്ങിയത്. അച്ഛൻ അവിടെയായിരുന്നു ഇലക്ട്രോണിക് വർക്ക്. ചെന്നൈയിലായിരുന്നു. 5ാം വയസ്സിൽ കേരളത്തിൽ വന്നു. ഇവിടെ വന്നതിന് ശേഷം ദാസേട്ടൻ്റെയും MS അമ്മയുടെയും ബാലമുരളി സാർ ഒട്ടേറെ സംഗീത ആചാര്യന്മാരുടെ കാസറ്റുകൾ കേട്ടാണ് പഠിച്ചു തുടങ്ങിയത്. 6ാം വയസ്സിലെ ഗുരുദക്ഷിണ ദാസേട്ടന് സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 6 വയസ്സിൽ. അതെ. പിന്നെ ആദ്യ ഗുരു 7ാം വയസ്സിൽ ഗുരുമുഖത്ത് നിന്ന് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് അമ്പലപ്പുഴ തുളസി ടീച്ചറിന്റെ കീഴിൽ. ആദ്യ ഗുരു ടീച്ചറായിരുന്നു. ടീച്ചർ പിന്നെ ഒട്ടനവധിയുണ്ട്. വൈക്കം സുമംഗല ടീച്ചർ, പ്രസന്ന ടീച്ചർ, തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ്, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ടീച്ചറുടെ മകൻ P സുബ്രഹ്മണ്യ സാർ, രണ്ടുപേരും ഇപ്പൊ ഇല്ല. അവരൊക്കെ ഫോണിലൂടെ പഠിപ്പിക്കണം? ഫോണിലൂടെയും അവിടെ ചെന്നിട്ടും തൃപ്പൂണിത്തുറ വെച്ച്, തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ പോകുമായിരുന്നു അച്ഛനും അമ്മയും ഞാനും കൂടെ. എം ജയേന്ദ്രൻ സാർ പാട്ട് കേൾക്കാനിടയായതെന്നാണ്? എം ജയേന്ദ്രൻ സാറാണ് ആദ്യമായിട്ട് ആത്മീയ യാത്ര എന്നൊരു ആൽബം. അതില് അമൃതവർഷിണി രാഗം ഞാൻ പാടുന്നത് കേട്ടപ്പോൾ ഇപ്പൊ എനിക്ക് സാറ് പറഞ്ഞു MS സുബ്ബലക്ഷ്മിയമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കമൽ സാറ് ഒരു പഴയകാല ചിത്രം നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഓപ്പൺ ആയിട്ട് പാടുന്ന ഒറിജിനൽ വോയിസ് ഉള്ള ഒരു ഫീമെയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ എം ജയേന്ദ്ര സാർ എന്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. അതൊരു വഴിത്തിരിവായിട്ട് മാറി ജീവിതത്തിൽ. ബന്ധമാണ്. അതെ അതെ പറഞ്ഞായിരുന്നല്ലേ? അതെ, ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടു. ജന്മാന്തര ബന്ധമാണ്. അങ്ങനെ പാടാൻ വിളിച്ചു. അതെ. കാറ്റേ 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 കാറ്റേ. ഞാൻ നെടുമങ്ങാട് ശിവാനന്ദ സാറിന്റെ കീഴിലും സംഗീതം പഠിക്കുന്നുണ്ട്. പ്രശസ്ത വയലിൻ വിദ്വാൻ സാറും പഠിപ്പിക്കുന്നുണ്ട്. സാറും പഠിപ്പിച്ചായിരുന്നു. ഇവിടെ വന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടെയും പറഞ്ഞിരിക്കും. പഠനം എന്നുള്ള പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫോണിലൂടെ ദാസേട്ടനാണെങ്കിൽ എം ജയേന്ദ്ര സാറും, കാവാല ശ്രീകുമാർ സാർ, ശരത് സാറ്, P ഉണ്ണികൃഷ്ണൻ സാറ്, ബെന്നി കൃഷ്ണകുമാർ സാറുകൾ എല്ലാവരും ഗുരുക്കന്മാരാണ്. പ്രിൻസ് രാമവർമ്മ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി ശരി. അപ്പൊ വളരെ ഹിറ്റായ ആ പാട്ട് പാടി നമുക്കങ്ങ് തുടങ്ങാം. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ,
ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ നിറഞ്ഞോ, ആകെ നിറഞ്ഞോ. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണി തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. സബാഷ്. താങ്ക് യു. ഇത് നല്ലൊരു ബ്രേക്ക് ഈ രംഗത്ത് തന്നു. അതെ അതെ. തീർച്ചയായിട്ടും അതിന് ശേഷമാണ് ഒന്നും കൂടി അടുത്ത പോപ്പുലർ സോങ് എന്താ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്. അതെ, സ്പെഷ്യൽ ജൂറി പരാമർശം ഈ പാട്ടിന് കിട്ടി. ഈ പാട്ടിനാണ്. അല്ല, അത് കഴിഞ്ഞിട്ടാണ് നടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് അല്ലേ? അതെ, ഔസേപ്പച്ചൻ സാറ്. അതെ, വീണ്ടും കമൽ സാറിന്റെ ചിത്രമാണ്. ഓ അതെ 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 അതെ. അല്ല, ഈ പാട്ടൊന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും ആ പാട്ട് കൂടി ഒന്ന് പാടും. ആയിക്കോട്ടെ. അത് പല്ലവിയിൽ നിർത്തി കളയരുത്. ഇല്ല. കാരണം എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആയിക്കോട്ടെ പാട്ടാണ്. ആ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര